സുഹൃത്തുക്കളെ നമസ്കാരം. രഞ്ജിത്താണ് കുവൈറ്റിൽ നിന്ന്. അപ്പോൾ ഈ ഒരുക്കമൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ കുഞ്ചാക്ക ഭവനോ പൃഥ്വിരാജോ ഒന്നും ആവാനുള്ള ശ്രമമൊന്നുമില്ല നടത്തുന്നത്. ഇതെൻ്റെ ഒരു ദിനചര്യയുടെ ഭാഗമാണ്. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു ലെവലിലാണ് ഇറങ്ങിപ്പോണത്. അതായത് 4 പേര് കൂടുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ വൃത്തിയും വെടുപ്പുമായിട്ടാണ് വന്നേക്കണതെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ കാണിച്ചു കൊടുക്കുന്ന കോപ്രായങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ പ്രത്യേകതയും അതിശയമൊന്നുമില്ല. അത് എൻ്റെ സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, രാവിലെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ വെള്ളി ശനിയാണ് ഇവിടുത്തെ അവധി ദിവസങ്ങൾ. അപ്പോൾ ഞായർ മുതൽ വ്യാഴം വരെയും കുബ്ബൂസ്, റൊട്ടി, ഇറാനി റൊട്ടി, പിന്നെ ബ്രെഡ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. പ്രത്യേകിച്ച് പോകാൻ ഉള്ള സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സമയമുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി, അപ്പം, പുട്ട്, ദോശ, മസാല ദോശ, ഇടിയപ്പം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേടിയുള്ള ഒരു യാത്രയാണിത്. അല്പം ദൂരെ മാറിയാണ് ഈ ഹോട്ടലുകൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നേരെ മുന്നിൽ ഒരു റൗണ്ട് അബൌട്ട് വന്ന് പെട്ടു. അപ്പോൾ കുവൈറ്റിൽ സർവ്വസാധാരണമായി എല്ലായിടത്തുള്ള ഒരു 4 റോഡ് കൂടുന്ന സ്ഥലത്ത് എല്ലായിടത്തുള്ളതാണ് റൗണ്ട് അബൌട്ട്. അതായത് സിഗ്നൽ ഒഴിവാക്കി അവനവന് സ്വയം നിയന്ത്രിച്ച് കുറച്ചുകൂടെ എളുപ്പത്തിൽ, അതായത് സിഗ്നലിൻ്റെ സമയം നമ്മൾ അത്രയും സമയം നിൽക്കേണ്ട, നമ്മൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ അനായാസം ഇത് ഉപയോഗിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ വന്ന് ഈ റൗണ്ട് അബൌട്ട് വെയിറ്റ് ചെയ്യുക. ഇടേ സൈഡിൽ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് റൗണ്ടിൽ കയറാം. റൗണ്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കാണ് പ്രയോറിറ്റി. അപ്പോൾ വലേ സൈഡിൽ നിന്നോ വലേ സൈഡിൽ നിന്ന് പറഞ്ഞ വണ്ടികളെല്ലാം നമുക്ക് വേണ്ടി നിർത്തി തരും. അപ്പോൾ നമ്മളും തിരിച്ചും ആ മര്യാദ മറ്റൊരവസരത്തിൽ കാണിക്കണം. അതാണ് റൗണ്ട് അബൌട്ടിൻ്റെ സിസ്റ്റവും മര്യാദയും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തി. പ്രതീക്ഷിച്ചതെന്ന് വിപരീതമാണ്. ഹോട്ടലിൽ തിരക്ക്, വണ്ടി ഇടാൻ സ്ഥലമില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം, പാർക്കിംഗ്. നമ്മൾ എവിടെയെങ്കിലും എങ്ങനെയും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഭയാനകമായ പിഴ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അത് അത്രയും സൂക്ഷിക്കണം. അപ്പോൾ അങ്ങോട്ട് തിരിച്ച് ഒരു രക്ഷയില്ല. ഒരല്പം ഇടം കിട്ടി എന്നാൽ അത്ര പൂർണ്ണമായ ഒരു പാർക്കിംഗ് അല്ല. പെട്ടെന്ന് വണ്ടിയിട്ട് വന്ന സ്ഥിതിക്ക് ഓടിപ്പോയി ഒരു 3 ദോശയും വടയും ഒക്കെ പറഞ്ഞ് സാധനം കിട്ടി. ഈ പാത്രത്തിൽ കാണുന്നേക്കാളും കുറച്ചുകൂടെ കളറും വെറൈറ്റിയുള്ള ചട്നികളൊക്കെ മേശപ്പുറത്തുണ്ട്. പക്ഷേ ഒന്നും രുചിക്കാനും ഒന്ന് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല, വണ്ടി പാർക്കിങ്ങിൻ്റെ വിഷയമാണ്. അപ്പോൾ പെട്ടെന്ന് കഴിച്ച് കൗണ്ടറിൽ വന്ന് പൈസയൊക്കെ കൊടുത്തു. ഫുഡ് കഴിച്ചതെന്ന് വെച്ചാൽ കഴിച്ചു, തൃപ്തിയോടാണെന്ന് വെച്ചാൽ അല്ലേം താനും. അപ്പോൾ അങ്ങനത്തെ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെയായി. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, ചില പാളിച്ചകളൊക്കെ വരും, അതൊക്കെ സ്വാഭാവികം. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലെത്തും മുമ്പേ നിങ്ങളുടെ അടുത്തൊരു അപേക്ഷയുണ്ട്. നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ, അതായത് വലിയ ഇൻഫർമേഷനൊന്നും ഇതിനകത്തില്ല, നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുക ഒരു രസമായി തോന്നിയാൽ നിങ്ങൾ ഒരു ലൈക്കോ ഒരു കമൻറ്റോ പറ്റുമെങ്കിൽ ഒരു ഷെയറോ ഒക്കെ ചെയ്യുക. ഇതിന് വലിയ പൈസ ചിലവൊന്നുമില്ല. അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ബൈ.